നാടകം പ്രമാണി. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം ഇവിടെ എന്നതാ നടക്കുന്നതെന്ന് വല്ലവർക്കും മനസ്സിലായോടാ? ഈ ബ്ലാക്ക് അപ്പച്ചായയുടെ ശവമടക്കിന്റെ റിഹേഴ്സലാണ്. ഇത്രയും മണ്ടത്തുള്ളൊരു ശവമടക്കം നീയൊക്കെ നിന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോടാ? കാണുകയില്ല. അതിന് കുടുംബത്തിൽ പറക്കണം. തോമാസ് ലീഹ നേരിട്ട് വന്ന് മാമോദിസ മുക്കിയ കുടുംബ ഈ ബ്ലാക്കൽ തറവാട്. അതിന്റെ അന്തസ്സും അഭിമാനവും ഞങ്ങൾക്കുണ്ട്. കാണുന്നടാ, എടാ കണ്ടാസ്വദിക്കണടാ. ആസ്വദിക്കാൻ കഴിയാത്ത മാറികളെ അസൂയപ്പെടുകടാ. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ മുന്നേ വായും പൊളിച്ചിരിക്കുന്ന കുട്ടനാടൻ മുന്നകളെ, ഇതേപോലൊരു പൊക്കപ്പുരയിടം കുട്ടനാട്ടിൽ വേറെ ഉണ്ടോടാ? കാണുകയില്ല. കുട്ടനാട്ടിലുള്ള പറയുന്നേ കഞ്ഞുവെള്ളം വാട്ടപ്പേ മാത്രം കൊടുത്ത് ഊമിച്ച് കുത്തി നാട്ടുകാരെ ഊമ്പിച്ചത് നിന്റെ തന്ത തൂമ്പൂരി പാപ്പി. കൊച്ചനെ പാട്ടിടാ. ഭൂമിയിലവർ വിലപിക്കുന്നു, ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി ഇത് പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് അല്ലയോ? ഓപ്പ കണ്ട മാർഗവാസികളുടെ വീട്ടിൽ കണ്ണാക്കിടുന്ന പോലെ കണ്ണാക്കിടാതെ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ കരയുന്ന പോലെ കരയാൻ പറയടാ. കൊച്ചുങ്ങളെ താഴ്ചടാ. നിനക്കൊക്കെ പൈസ തരുന്നത് എടുക്കടാ, എടുക്കടാ. അവൻ്റെയൊക്കെ സാമാനം എനിക്കടി. ഓർഡറി ഓർഡറി ഇവിടുന്ന് എല്ലൊക്കെ പോയി വേറെ വസ്തു എടുത്തോണ്ട് വാടാ. വായിക്കടാ. കർത്താവാണെന്റെ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചായ കർത്താവാണെന്റെ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചായ പുൽത്തേടി അവിടുന്ന് എനിക്ക് വിശ്രമം വരുന്നു. ഇവ വിളി കേട്ട കൊച്ചനാ ചാവാണി കൊടുത്ത് കൊക്കുന്നു. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല.
പച്ചായ പുൽത്തോടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം വരുന്നു. പ്രാർത്ഥിക്കടാ അങ്കാരം ഇതൊക്കെ ചെല്ലിക്കുട്ടേന്റെ വായിക്കടാ. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചായ പുൽത്തോടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം വരുന്നു. അയ്യോ, എന്നെ പണിയായി കാണിക്കുന്നെ. കൊച്ച, അതിന്റെ കഴുത്തോടെ എന്റെ കർത്താവേ, എന്റെ കർത്താവേ. നിന്റെ കഴുത്ത് വേദനിച്ച പോലെ തന്തയും തലയെടുത്തില്ലാത്ത കുഞ്ഞാ. അമ്മയുടെ അവിടുത്തെ ക്യാമ്പ് ഞാനാ ഞാനോ ആരാ ജോസ് മോനാണ് അതിനെ അയ്യോ, അപ്പച്ചായൊന്നും പറഞ്ഞില്ലേ? എന്നാടാ അയ്യോടാ, കുട്ടനാട്ടുകാര് മൊത്തം പറഞ്ഞല്ലോ. എന്നാടാ കാര്യം നമ്മുടെ മെമ്പർ സോഫിയില്ലേ അപ്പച്ചായിയെ കുറിച്ച് ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടിരിക്കുന്നു. ഒന്ന് കാണിച്ചടാ കൊച്ചനെ വേണ്ട ആ വേണ്ട അയ്യോ എത്തിക്കടാ ആ ഞാനേ കൈനേരി പഞ്ചായത്തിലെ 7ാം വാർഡ് മെമ്പർ സോഫിയാണേ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാന്നേ ഞാൻ ഈ ഫേസ്ബുക്കിൽ ലൈവായി വന്നേക്കുന്നത്. താണ്ടി നോക്കി, ഞങ്ങളുടെ കുട്ടനാട് മുഴുവൻ അങ്ങ് വെള്ളം കയറിയേക്കുവാന്നേ. ഞാനും പാർട്ടിക്കാരും പ്രസിഡന്റും എന്തോ ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുമായിരുന്നേ. അപ്പൊ താണ്ടി അപ്പച്ചായി ദൈവദൂതനെ പോലെ അവതരിച്ചേക്കുവാ. അപ്പച്ചായി പറയുവാ, ഒരു ഗതിയും പരഗതിയിൽ ഇല്ലാതെ നടക്കുന്ന 16 കുടുംബങ്ങളെ അപ്പച്ചായി സ്വന്തം വീട്ടിൽ സ്വന്തമായിട്ട് ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങി താമസിപ്പിച്ചേക്കാന്ന്. യോ, എന്തൊരു മനസ്സാ, എന്തൊരു മനുഷ്യനാ. കാരുണ്യം പറ്റുന്ന ഈ കാലത്തിലും അപ്പച്ചായിയെ പോലുള്ള നന്മകൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ബായേ. അയ്യോടാ അപ്പച്ചായിയെ മെമ്പർ പറഞ്ഞത് ഉള്ളതാണ്. അപ്പച്ചായിയുടെ ഒരു മനസ്സ്. നീ ഒറ്റാലും കൊണ്ട് എന്നെ ഒറ്റാൻ ഇറങ്ങിയാണോ അതോ മീൻ പിടിക്കാൻ ഇറങ്ങിയാണോ? അതന്നെ അപ്പച്ചായി. എടുക്കടാ എടുക്കടാ അതിന്റെ സാമാനം ഓർഡർ അതന്നെ പറഞ്ഞു പോടാ. എല്ലാം ഉണ്ടാകാൻ പിടിച്ച മതയോ സോഫിയുടെ ഗുണവധികാരം പറഞ്ഞുകൊണ്ട് വന്നേക്കുന്നവൻ. അപ്പച്ചായിയെ. സോഫിയ അമ്മോടി ആമേ. ഇങ്ങോട്ടൊന്ന് വന്നടി വെച്ച. നീ നമ്മുടെ മെമ്പറില്ലയോ? ഏറി വന്നാട്ടെ. എടി കുറച്ചുകൂടെ മുന്നോട്ട് മാറി എന്നെ അപ്പച്ചായി നിന്നെ ഒന്ന് കാണട്ടെ. എന്നതാ അപ്പച്ചായി? എടി നീ ഫോണെ കൂടെ എന്നാണ്ടൊക്കെ പറഞ്ഞെന്ന് കേട്ടല്ലോടി. എന്നെ കാണിയത്? അയ്യോ, അപ്പച്ചായി അത് കണ്ടായിരുന്നോ? അപ്പച്ചായി ഒന്നും വൈറലായിക്കോ കേട്ടോ. എടിയേ 16 കുടുംബങ്ങളെ ഉള്ളോടി. ഒത്തിരി ഉള്ളു അപ്പച്ചായി. ആ അത് ഇനി അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നിന്റെ അമ്മയുടെ നെഞ്ചത്തോടെ താമസിപ്പിക്കടി. അമ്മയുടെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ്. എന്നാടാ കിണിക്കുന്നത്? എന്നാന്ന് എടാ നീ എല്ലാം കൂടെ അല്ലടാ കണ്ട പെണ്ണുങ്ങളെല്ലാം കൂടെ ജയിപ്പിച്ച് പഞ്ചായത്ത് കെട്ടി വെച്ചേക്കുന്നത്. എന്നിട്ട് കിണിക്കുന്നോ?
കുട്ടനാട്ടിലെ ജലാശയങ്ങളിൽ വെള്ളം ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് അറിയിക്കുന്നു. ആരും വീടിനുള്ളിൽ തങ്ങുവാൻ പാടില്ല. അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. കുട്ടനാട്ടിലെ ജലാശയങ്ങളിൽ വെള്ളം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ജാഗ്രത പാലിക്കണം. അതെ, നമ്മുടെ തെക്കേ പുറത്തെ വിറകുമര ഉണ്ടല്ലോ, മൊത്തം വെള്ളം കയറിയുന്നേ. ആരാടി ആ കൂട്ടത്തെ കൂടെ ഒഴുകി നടക്കുന്നേ? അവൻ മാത്രമല്ലല്ലോ, അവന്റെ പെണ്ണുമ്പുള്ളയും പട്ടിയും പൂച്ചയും കോഴിയും ആടും പിള്ളേരും ഒക്കെ ഉണ്ടല്ലോ. ഒഴുകി നടക്കട്ടെ, ഒഴുകി നടക്കട്ടെ. അവനൊക്കെ കുടുംബത്തിൽ പറഞ്ഞവരെ ബഹുമാനിക്കാൻ അറിയാത്ത നാറിയ അവനൊക്കെ കുട്ടനാട്ടിൽ കൂടെ ഒഴുകി നടക്കട്ടെ. അപ്പച്ചായി, നമ്മൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരെ എല്ലാരും അങ്ങ് ക്യാമ്പില. എന്നാടി നിനക്കും പോണോ ക്യാമ്പിലോട്ട്? അയ്യോ, പറഞ്ഞേ ഉള്ളേ. എടി തോമസ് ലീഹയുടെ അനുഗ്രഹമുള്ള കുടുംബം ആടിക്കുന്നത്. ഇവിടെ വെള്ളം കയറുകയെ 99 വെള്ളപ്പൊക്കത്തിൽ ഇവിടെ വെള്ളം കയറിയിട്ടില്ല. പിന്നെയാ ഈ ചാറ്റമഴ. ഒരു പ്രശ്നം ഇത് നമ്മുടെ പഴയകാലം സാറേ, കാര്യം ഒന്ന് പറഞ്ഞു സാറേ. പടിഞ്ഞാറേക്കരയിലുള്ള 30 ചിറയിലെ ചാക്കോയിലെ ചാക്കോ ആൾ ഇന്നലെ വൈകുന്നേരം മരിച്ചുപോയി. നേരത്തോട് നേരം കഴിഞ്ഞപ്പച്ചായി ശവം നേരം കഴിഞ്ഞാ ഏത് ശവമായാലും ചെയ്യും. ശവം ഇതിനടക്കാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക്. അവിടെയാണ് മുഴുവൻ വെള്ളം. അല്ലച്ചോ, പള്ളി സെമിത്തേരി വെള്ളം കയറി കാണുകയല്ലോ. അവിടെ അങ്ങോട്ട് അടക്കിയാൽ പോരെ, എന്നാ കുഴപ്പം? സഭ വേറെയാണെന്നും പറഞ്ഞ ആളുകൾ പ്രശ്നം ഉണ്ടാക്കുകയല്ലേ, പിന്നെ എനിക്കെന്നാ ചെയ്യാൻ പറ്റും? അത് ശരിയാ. യവനൊക്കെ പണ്ട് കട്ടയം കുത്തി നടന്നപ്പോ ആരാണ്ടൊക്കെ പിടിച്ച് മാർഗം കൂട്ടി പെന്തക്കൊസ്താക്കിയല്ലയോ? അല്ലച്ചോ, അച്ഛനെ പോലുള്ള പുരോഗമനക്കാർ പറയുന്നത് വെച്ച് നോക്കില്ല, യവനും കർത്താവിന്റെ കുഞ്ഞാട് തന്നെ അല്ലയോ? പിന്നെന്നാ കുഴപ്പം? അപ്പച്ചായി, എനിക്ക് അക്കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. എല്ലാവരും കർത്താവിന്റെ കുഞ്ഞാടുകളാ. പക്ഷെ ഈ വികാരികൾ സമ്മതിക്കാൻ പിന്നെ എന്താണെന്തോ ചെയ്യും? ഒരു മാതിരി അവരുടെ ഭാഗത്താച്ചോ ന്യായം? എന്തോ ന്യായം? എന്നാ നമ്മളെ പോലെ കുടുംബക്കാരുടെ കല്ലറക്കടുത്ത് എങ്ങനെയാച്ചോ കണ്ട മാർഗം കൂടി വന്ന അപ്പനെ കുറച്ചുകാരെയൊക്കെ കുടിച്ചിരുന്നേ? അത് മൊത്തത്തിൽ അങ്ങോട്ട് ക്ഷീണമാച്ചോ, ക്ഷീണം. അപ്പച്ചാ, ഇതെല്ലാം മനുഷ്യന്മാരാ. മനുഷ്യന്മാര് ചത്ത് കഴിഞ്ഞാൽ 6 അടി മണ്ണ്, അല്ലാതെ പിന്നെ എന്തോ ദാർശനികത. അച്ചോ അച്ചോ, താ അങ്ങോട്ട് പോകും. താ നിൽക്കുന്ന തെങ്ങും മരവാ, അപ്പുറത്ത് നിൽക്കുന്ന കവുങ്ങും മരവാ. എന്ന് വെച്ച് രണ്ടാലും ഒറ്റത്തലപ്പെട്ട് അച്ഛൻ കയറൂ? കയറിയല്ല, അത് തന്നെ കാര്യം. അപ്പോഴേ വന്ന കാര്യം പറയാം. കുട്ടനാട്ടിൽ ആകെയുള്ള ഒരു പൊക്കപ്പുരയിടം, അത് നിങ്ങളത് മാത്രമാണ്. നിങ്ങൾ അനുവദിച്ചാൽ ഇതിന്റെ നടക്കേല സാറേ, നടക്കേല. അത്രയ്ക്ക് ജനമാണെങ്കിൽ സാറ് സർക്കാരിന്റെ നെഞ്ചത്തോട്ട് കൊണ്ടുപോയി അടക്കിക്കും. വരട്ടെച്ചോ, അപ്പച്ചായിയുടെ ഈ പൊക്കപ്പുരയിടം കണ്ട് കുട്ടനാട്ടിലെ ഒരു കഴിവേറിയും ചാകാൻ നിൽക്കണ്ട. അപ്പച്ചാ, ഇത്തിരി മനുഷ്യത്വം കാണിക്കണം. ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. കണ്ടോ, ഇത് കണ്ടോ? ഇന്നലെ വൈകുന്നേരം മരിച്ച മനുഷ്യനായി ഈ ചെറുക്കൻ ഈ കുട്ടനാട് മുഴുവൻ ഇന്നലെ ഊന്നി നടക്കുക. ഈ സമൂഹം നടക്കാൻ അല്പം കരുണ കാണിക്കണം അപ്പച്ചായി. ഊന്നി നടക്കട്ടെ, ഊന്നി നടക്കട്ടെ. യവനൊക്കെ പണ്ട് കുടികിടപ്പെന്നും പറഞ്ഞ് 10 സെന്റ് പുരയിടോ കുറെ നിലോ ഞങ്ങളുടെ കയ്യിൽ പിടിച്ച് പറിച്ച് വാങ്ങിച്ചായിരുന്നല്ലോ. എന്നിട്ടല്ലേ എവിടെ പോയി? സാറ് ചോദിച്ചു സാർ. ഇതെല്ലാം കൂടെ കണ്ട റിസോർട്ടുകാരുടെ അണ്ണാക്കിലോട്ട് തള്ളിക്കൊടുത്തു. അതിൻ്റെ കുറ്റം അപ്പച്ചായി. എന്നിട്ടെല്ലാം സംഭവിച്ചത് എങ്ങാണ്ടൊക്കെയോ കിടന്ന കുറെ മതാമമാരെ കൊണ്ടുവന്ന് തുണി കോണാനും ഇല്ലാതെ മലത്തിൽ കിടത്തേക്കും അല്ലയോ? അനുഭവിക്കട്ടെ അവനൊക്കെ. നേരത്തോട് നേരമായെന്ന് എനിക്കും അറിയാടാ. ഇതെങ്ങോട്ട് കൊണ്ട് എടുക്കാനാണ്? ഒരു തുണ്ട് പൂരണ്ടോ കുട്ടനാട്ടിൽ വെള്ളം നീങ്ങാതെ? ഒന്ന് സമാധാനിക്കുക. ഞാൻ പറഞ്ഞാൽ എനിക്ക് കേൾക്കും. ഞാനൊരു വൈദികനല്ലേ. കുഞ്ഞാ, നീ അവിടെ വില്ല്, ഞാൻ പറയാം. അപ്പച്ചായി, മറ്റു മാർഗമില്ലാത്തോണ്ട് പറയൂ. ഞാൻ വേണേ അപ്പച്ചായിയുടെ കാല് പിടിക്കാം. നടക്കേല ചോ, നടക്കേല. എന്തിനാച്ചോ ഇയാളെ ഇറക്കാൻ നിൽക്കുന്നത്? വാ, നമുക്ക് പോവാം.
ആരുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 10 സെന്റ് കുടിയുറപ്പിന്റെ കഥ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇതിന് മാത്രം പൂസത്തുണ്ടായത്. ഞങ്ങൾ അപ്പഴപ്പമാണ് കളിക്കാട് മാത്രം കുടിച്ച് കട്ടത്ത് പൊക്കിയതാണ് ഈ കാണുന്നതല്ല. അവിടുന്ന് 10 സെന്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളല്ല, ഞങ്ങളുടെ അവകാശം. മണ്ണിപ്പാടിയെടുത്തിന്റെ അവകാശം. മുറ്റത്ത് വന്നിട്ടാണോടാ നിന്റെയൊക്കെ ആവേശം? എടാ ആവേശം കൂടിയല്ലേ ആടാ നീയൊക്കെ ഇങ്ങനെ ഗതി കിട്ടാതെ എങ്ങനെ ഞങ്ങൾക്ക് ഈ ഗതികളുണ്ടായത്? 10 സെന്റ് കുടിയിറപ്പ് കിട്ടിയ 5, അത് പിന്നെ 2 മുഴുവൻ കൊള്ളപ്പലിശ ഇയാളെ വേച്ച കൊണ്ടുപോയത്. ബാക്കിയുള്ള 2 സെന്റിലെ എനിക്കൊരു ഒറ്റ മുറയും വീടുണ്ട് വെച്ചോ. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. നീ എന്തോ ചെയ്യാൻ പോവാണോ വെച്ചാൽ ആദ്യത്തെ കുത്തിപ്പൊളിച്ചിട്ടാണ് വെച്ചോ. ഞാനെന്റെ അപ്പം എനിക്ക് വേണ്ട. അതെ കൊച്ചേ അപ്പച്ചായി, അന്തിമ വിധിയുടെ ഒരു ദിവസം വരും. അന്ന് കർത്താവിന്റെ മുന്നിൽ നിങ്ങൾ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. വേദപുസ്തകത്തിൽ എങ്ങനെ പറഞ്ഞു കാണുമോ വെച്ചോ? അതൊക്കെ കൊന്താൻ ചൊല്ലി പ്രാർത്ഥിക്കാൻ കൊള്ളാം. അതൊക്കെ പോലെ ജീവിക്കാൻ നോക്കിയാലുണ്ടല്ലോ മൂഞ്ചി പോകത്തേ ഉള്ളൂ. നടക്ക് സാറേ, പോത്തിനോട് ചെയ്ത് ഊതിയിട്ടല്ല കാര്യം. കർത്താവ് ചോദിക്കും നിങ്ങളോട്. കർത്താവ് നടക്ക് സാറേ. എന്റെ കഞ്ഞുവെള്ളവും വാതകപ്പൻ തന്നെയാ ഈ ചത്തവന്റെ അടക്കം തടി. അത് കൊടുത്ത് തന്നെയാ അപ്പച്ചാ ഈ കണ്ടതെല്ലാം ഉണ്ടാക്കി. അതന്തസ് തലവാടിത്തം. അയ്യോടി അപ്പച്ചായില്ലേ ഇതൊന്ന് റെഡിയായില്ലേ? നമുക്ക് പോകണ്ടേ? 2-3 ദിവസത്തേക്കുള്ള ഉടുപ്പും മുണ്ടൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വേഗം പോയി കുളിച്ചേച്ച് വെച്ച് വാ. എങ്ങോട്ട് പോകാനാ? അയ്യോടി ഞാൻ പറഞ്ഞാണല്ലോ തത്തമ്പള്ളിയിലുണ്ട് അങ്ങനെ ജോസൂട്ടിയുടെ വീട്ടിൽ. രണ്ടിടം നിരങ്ങാനേ അപ്പച്ചായുടെ പട്ടി വരും. തോമാസ്ലീഹയുടെ അനുഗ്രഹമുള്ള കുടുംബമാണ് ഇത്. ഇവിടെ വെള്ളം കയറുകയല്ല. 99-ലെ വെള്ളപ്പൊക്കത്തിന് ഇവിടെ വെള്ളം കയറിയിട്ടില്ല. പിന്നെയാ ഈ ചാറ്റമഴ. ഞാൻ പറയുന്നൊന്ന് കേക്ക്.
അടിയുറച്ച വിശ്വാസമില്ലാത്തവർക്ക് പോകാം. പക്ഷേ ഒരു കാര്യം, പോകുന്നവരാരും തിരിച്ച് ഈ വഴി വന്നേക്കരുത്. അപ്പച്ചായി ഇവിടെ നിന്ന ചത്തുപോത്തിയുള്ളൂ. കുഞ്ഞെ വേണ്ടിട്ട് ഇതെന്റെ വന്നാടാ. ബ്ലാക്കിൽ തലവാനാടാ. ആരാടാ? കസേരന്ന് മാറാ. എന്താ കസേരന്ന് മാറാ? ഇവിടെ മാറാ. മാറേണ്ടത് നീയോ അതോ ഞാനോ? ഇത് ഞങ്ങളുടെ മണ്ണ. ഞങ്ങൾ വിയർത്ത് വീണ മണ്ണ. നീ കാണുന്നുണ്ടോ? നീ കാണുന്നുണ്ടോ? വെള്ളം പൊന്തി പൊന്തി വരുന്നത് നീ കാണുന്നുണ്ടോ? അരവള്ളി പൊട്ടി കണ്ണു തള്ളി ചത്തവര് ചെളിയിൽ നിന്ന് പൊങ്ങി പൊങ്ങി വരുന്നത് നീ കാണുന്നുണ്ടോ? നീയൊക്കെ ചെളിയിൽ ചവിട്ടി താഴ്ത്തിയവരുടെ മുഖം നിനക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ നീ എന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. നോക്ക്.
പല്ലോ മുത്തുമണിയായി പൂത്തു നിൽക്കും നിന്റെ കരുത്തല്ലോ കനകമണിയായി തേങ്ങി നിൽക്കും പങ്കുവയ്ക്കുക തുല്യമാണ് നമ്മളെന്നല്ലേ പങ്കുവയ്ക്കുക തുല്യമാണ് നമ്മളെന്നല്ലേ ഈ കനകമണികൾ മുത്തുമണികൾ നമ്മുടേതല്ലേ ഈ കനകമണികൾ മുത്തുമണികൾ നമ്മുടേതല്ലേ ഇനിയും നാടകം കളിക്കാൻ കുറേ ഓമാർ ഈ സ്റ്റേജിൽ ഒരുങ്ങിക്കിട്ട് നിൽക്കുന്നതിനാലും എന്നെക്കാളും വെള്ളത്തിൽ പിടിച്ച അപ്പച്ചായമാർ നിങ്ങൾക്കിടയിൽ ഇനിയും ജീവിക്കുന്നതിനാലും ഈ നാടകം ഇവിടെ ഇങ്ങനെ അവസാനിക്കും. അവസരെ തട്ടം വെച്ച് താപ്പോട്ടിതാ.